ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര മഴയോട് മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്യാനായിട്ട് തന്നെ നിൽക്കുകയാണ്. നേരം വെളുത്ത് പോലെ നമുക്ക് തോന്നേയില്ല, അത്രയ്ക്ക് മഴക്കൂമ്പാരം ഇങ്ങനെ മേഘത്തിൽ മൊത്തം ചുറ്റി നിൽക്കുകയാണ്. അത്രത്തോളം ഇരുണ്ട് കിടക്കുകയാണ് ആകാശം. നേരം വെളുത്തേനും തോന്നത്തേ ഇല്ല ഗായ്സ്, അത്രത്തോളം ഇരുണ്ടും മൂടി കിടക്കുകയാണ്. നോക്കി. അപ്പോൾ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ദാ അമ്മക്ക് നമ്മുടെ ചാപ്പോയും സിംബോയും ഉണർത്തിയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന് പറ. സിംബോട് പറഞ്ഞ സിംബോയ്ക്ക് ഭയങ്കര ജാടേതാ. ഇതാണ് ഞങ്ങളുടെ ചാപ്പൂച്ചി. ചാപ്പൂച്ചി ഭയങ്കര ഉറക്കമാണ്, കള്ള ഉറക്കമാണ്. ഷൂട്ട് ചെയ്യുന്നതിന് നടിച്ച് കിടക്കുക. നടിപ്പൊക്കെ കഴിഞ്ഞ് കുറേ സമയം എണീക്കാൻ. അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ മമ്മി ചായ ഇടുന്നുണ്ടായിരുന്നേ. അങ്ങനെ മമ്മിയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് ചായ വാങ്ങിച്ചുകൊണ്ട് നേരെ ലാപ്ടോപ്പിൻ്റെ മുമ്പിലോട്ട് പോയി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ദാണ്ടെ പിന്നെ അവസ്ഥ അത് തന്നെ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുക. പിന്നെയും കുറച്ച് നേരം ഞാനിങ്ങനെ വെളിയിലൊക്കെ കുറേ നേരം നടന്നു. നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു. കുറേ ഉണ്ടായിരുന്നു. എല്ലാം മഴ കാരണം താഴെ പോയി മൊത്തം പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിലോട്ട് പോയി. വാഴത്തോട്ടത്തിൽ വാഴക്കൊല കൊലച്ച് നിൽപ്പുണ്ട്. അങ്ങനെ അതും ഒന്ന് നോക്കി ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മഴക്കൂട്ടൻ ഓടി വന്നങ്ങ് പെയ്തു. ദാണ്ടെ ഗായ്സ്, മഴ തകർത്ത് പെയ്തു. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറിപ്പോയി. മഴ ശക്തമായി പെയ്തു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ കണ്ടല്ലോ, അത്രത്തോളം ഇരുണ്ട് നിന്നപ്പോൾ ഇത്രയും മഴ പെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ. അപ്പോൾ ആഹാ, എന്താ മഴ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മി തന്നെ നല്ല ചൂട് സാമ്പാർ ഇഡലിയും കൊണ്ടുവന്ന്. അത് ഈ മഴയും കൂടെ ആയപ്പോൾ കഴിക്കുമ്പോൾ ആഹാ, എല്ലാം കഴിച്ചുകൊണ്ടിരിക്കും മഴയൊക്കെ തോന്നുന്നു. അന്നേരം പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പിന്നെ എനിക്ക് വിശപ്പ് വന്നു. ഞാൻ എന്തോ ചെയ്തു, ഓടിപ്പോയി നല്ല ചൂട് ചോറും ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂട്ടി അടിപൊളിയായിട്ടൊരു പിടി അങ്ങ് പിടിച്ചു. അല്ലെങ്കിലും നമുക്ക് മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പല്ലേ ഗായ്സ്. അതുകൊണ്ട് ഞാൻ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് ഒരു വിളി വന്നേ. എനിക്കൊരു കൊറിയർ വന്നു. കൊറിയർ വേറൊന്നുമല്ല, പൗച്ചാണ്. എൻ്റെ ഫോണിന് പുതിയൊരു പൗച്ച് വാങ്ങി. ഇവനങ്ങ് അരുണാചൽ പ്രദേശിൽ നിന്ന് വന്നതാണ്. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാ. സൂപ്പർ പൗച്ചായിട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ഇത്തിരി വില കൂടിയാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഉടനെ റോഷിനിക്ക് മഴയൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞ് മമ്മിയെ കൊണ്ട് പൊതിച്ചോറ് പൊതിയിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ റോഷിനി പറഞ്ഞതാ, ഇതൊന്ന് നോക്കിയേ. എൻ്റെ ഫോണിൽ കടന്ന പൗച്ച് എടുത്തോണ്ട് പോയി. അവൾ കുറെ പേളൊക്കെ ഒട്ടിച്ചിട്ട് ദാണ്ട് ഈ ലുക്കാക്കി എടുത്തു. സൂപ്പർ. അങ്ങനെ അത് കണ്ടോണ്ടിരുന്നപ്പോൾ മമ്മി പറഞ്ഞു ചാപ്പോയും സിംബോയും ഫുഡ് കഴിക്കാൻ വിളിക്കാൻ. ഫുഡ് കഴിക്കാൻ വാ. രണ്ടുപേർക്കും പാത്രത്തിലാക്കി മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ മാത്രം മതി. അങ്ങനെ വിളിച്ചപ്പോൾ രണ്ടുപേരും വന്നു. മത്തങ്ങയും ബീഫും എല്ലാം ഉടച്ച് ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. രണ്ടുപേർക്കും വലിയ ഇഷ്ടം. അങ്ങനെ അവർ രണ്ടുപേരും കഴിക്കുകയാണ്. ഓമാർ രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി 2-3 മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. അത് പിച്ചാനായിട്ട് പോയി. അങ്ങനെ മാങ്ങ പിച്ചാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇതാ വേറൊരു കൊറിയർ വന്നു. നല്ലൊരു നെക്ലസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു. അങ്ങനെ അതുകൊണ്ട് അകത്ത് വെക്കാൻ പോയപ്പോൾ ദാണ്ടേ ഡൈനിങ് ടേബിളിൽ പഴം ഇരിക്കുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് ഒരെണ്ണം ഇങ്ങനെ തപ്പി എടുത്തു. ചാപ്പക്കുട്ടനും സിംബക്കുട്ടനും അന്നേരം കൊണ്ട് വെളിയിൽ നിൽക്കുന്നു. പിന്നെ അവരെടുത്തോട്ട് പോയി കുറച്ച് നേരം നിന്നു. അങ്ങനെ എന്തായാലും പിന്നെ നമ്മുടെ ഒരു കപ്പയ്ക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അത് ഒടിഞ്ഞു പോയതിന് ശേഷം പിന്നെയും കളിച്ചു. ഇപ്പം നല്ല വിശപ്പ് തോന്നുന്നില്ല, കാര്യം കുറേ കാര്യങ്ങൾ കഴിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇനി ഫുഡ് എനിക്ക് വേണ്ട. കപ്പയ്ക്കാക്കൂട്ടൻ രണ്ടാമത് കളിച്ചപ്പോൾ ഒരു സന്തോഷമായി. കാര്യം നിറയെ കപ്പയ്ക്ക പിടിക്കുന്നതായിരുന്നു. അവൻ ഒടിഞ്ഞു പോയപ്പോൾ നല്ല വിഷമമായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് കളിച്ചു. അങ്ങനെ പിന്നെയും നോക്കിയപ്പോൾ മഴക്കോളിൻ്റെ ലക്ഷണം. ഉച്ചയ്ക്ക് എന്തായാലും എനിക്ക് ഫുഡ് വേണ്ട, അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് പറഞ്ഞു ഞാൻ പോയി ഉറങ്ങാനും പോയി. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോൾ കൊണ്ട് ദാണ്ടെ റോഷിനിയും ദാണ്ടെ ഏട്ടനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഇവള് ഭയങ്കര കത്തി അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അങ്ങോട്ട് വന്നു. ഈവനിങ് ഇപ്പോൾ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് അവർ പുറത്തെല്ലാവരും ഇരുന്ന് കത്തി പറയുക. അപ്പോൾ ഉണ്ട് മമ്മി എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. ചായയുടെ കൂടെ പിന്നെ
ഉണ്ണിയപ്പവും കേക്കും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഒറ്റയിരിപ്പിന് അകത്താക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ടെറസിന്റെ മണ്ടയിലോട്ട് വന്ന് കുറച്ച് ഷൂട്ട് എടുക്കാനുണ്ട്. അങ്ങനെ അതിനായിട്ട് എല്ലാവരോടും ഇങ്ങോട്ട് വന്നു. പിന്നെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ താഴെ വന്നു. എല്ലാവരും താഴെ വന്നു. അപ്പോൾ ദാണ്ടേ സന്ധ്യ മയങ്ങും നേരം വന്നു. അതിനിടയ്ക്ക് സിംബ അവിടെ പച്ചമുളക് നിൽക്കുന്നിടത്തോട്ട് പോയി പോച്ചയൊക്കെ പറിക്കുക. പോച്ചപറിയൊക്കെ കഴിഞ്ഞ് സിംബ നട്ട് അകത്ത് വന്ന് കിടന്ന് പരാതി പറയുന്നതാണ് കേട്ടോണ്ടിരിക്കുന്നത്. പരാതി വേറെ ഒന്നല്ല കേട്ടോ, സന്ധ്യയായപ്പോഴത്തേക്ക് ഏട്ടനും വൈഫും ഒക്കെ പോയി. അവർക്കൊരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് അവർ പോയി. അപ്പൊ അതിന്റെ പരാതിയാണ് സിംബ വന്ന് തീർക്കുന്നത്. അതിനുശേഷം റോഷിനി തന്റെ അകത്ത് വന്ന് അവളുടെ ഇതിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കി ക്ലിയർ ചെയ്യുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പുറത്തേക്ക് പോയത് വേറൊന്നുമല്ല, ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. അത് വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കഴിച്ചു. അത് കഴിച്ചിട്ട് അടുക്കളയിലോട്ട് ഓടി ചെന്നപ്പോ ആഹാ നോക്കിയേ നല്ല ഉലുവ മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടി മുളക് പുരട്ടി മമ്മി വെച്ചിരിക്കുകയാണ്. ഇനി നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ അതകത്താക്കണം. മസാല ദോശ എങ്ങും ഒന്നും അല്ല. മസാല ദോശ ഇപ്പൊ തിന്നു, പക്ഷെ വറുത്ത മീനും കൂടി ഇനി ചോറിനാതിരിക്കാൻ പറ്റുമോ? കുറെ ടൈം കഴിഞ്ഞ് ചോറെല്ലാം വന്നു. രസം, മീൻകറി, വറുത്ത മീൻ എല്ലാം വന്നു. രസവും നല്ലതുപോണൊക്കെ ഒഴിച്ച് വറുത്ത മീനും ഒക്കെ കൂട്ടി അടിപൊളി ഒരു പിടി അങ്ങ് പിടിച്ചു. അതിനിടയ്ക്ക് ഒരാൾക്ക് ചപ്പാത്തി മീൻകറിയും മതിയെന്നും പറഞ്ഞ് മമ്മിയെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിച്ചിട്ട് മീൻകറിയായിട്ട് കഴിക്കാം റോഷിനി. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ചോറും ചപ്പാത്തിയും മസാല ദോശയും അങ്ങനെ എല്ലാം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടാറ്റാ.